എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചിയുടെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. കൊച്ചി വീഡിയോ എന്ന് പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ട്രാവൽ ഗൈഡ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ വല്ലാർപാടം സൈഡിലേക്ക് അല്ലെങ്കിൽ വൈപ്പിൻ സൈഡിലേക്ക് സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൊച്ചി അനുഭവങ്ങൾ ഈ വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കേരളത്തിലെ മറ്റുള്ള നഗരങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചി നഗരത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നുള്ള പഴഞ്ചൊല്ലായിരിക്കും. എന്നാൽ അതൊന്നുമല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾ ഏത് നാട്ടുകാരനും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ കൊച്ചി നഗരം കാണാനായിട്ട് വന്നിട്ടുള്ള ഒരു കാഴ്ച അനുഭവം നിങ്ങളുടെ ലൈഫിലുടനീളം മറന്നിട്ടുണ്ടായിരിക്കില്ല. ഇനി ഇതിലും രസകരമായ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ടോ പഠനത്തിൻ്റെ ഭാഗമായിട്ടോ ഇനി ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു 1 മന്ത് നിങ്ങൾ കൊച്ചിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു കൊച്ചിക്കാരനായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാസ്റ്റ് ഫുഡ് ആ ഒരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ കൊച്ചി സ്ലാങ് നിങ്ങളുടെ വർത്തമാനത്തിൽ കയറി വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഇതാണ് മച്ചാനെ മുട്ടയാണോ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? ഈ ഒരു റിയൽ ലൈഫ് കോപ്പിയടി നിങ്ങൾ കൊച്ചിയിലല്ലാതെ വേറെ എവിടെ പോയാലും ഉണ്ടാവില്ല. അതാണ് കൊച്ചിക്കാരുടെ ഒരു പവർ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും കൊച്ചിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് കൊച്ചി യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈപ്പിനാണ്. വൈപ്പിൻ ഹാർബർ ഏരിയയാണ്. നിങ്ങളിൽ പലരും ഈ സ്ഥലങ്ങളൊക്കെ നിരവധി തവണ കണ്ടിട്ടുള്ളതായിരിക്കാം. എന്നാലും ഞങ്ങളെപ്പോലെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇത് എപ്പോഴും ഒരു വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ബോട്ടുകളും ഹാർബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും ആ ഒരു തിരക്കും ബഹളവും ഒക്കെ അടിപൊളിയാണ്. ഒരു ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു വൈബും, കൂടാതെ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ വൈകിട്ടത്തെ കാഴ്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളും അവിടെ നിന്നുള്ള വെളിച്ചങ്ങളും അതുപോലെ വഴിലൈറ്റുകളും വണ്ടികളും ബോട്ടുകളും പിന്നെ വലക്കാരുടെ വള്ളങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു സമയം അടിപൊളിയായിരിക്കും കേട്ടോ. വൈകിട്ടത്തെ ആ ഒരു വൈപ്പിൻ വൈബ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വൈകുന്നേരം തന്നെയാണ് കേട്ടോ. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫിഷ് മാർക്കറ്റുകളിൽ ഒന്നാണ് വൈപ്പിൻ ഫിഷ് മാർക്കറ്റ്. അത് പുലർച്ചെ തന്നെ സജീവമാകുന്നുണ്ടാവും. നമുക്ക് നിരവധി നല്ല ഫ്രഷ് മീനുകൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. കൂടുതൽ കച്ചവടക്കാർക്ക് വലിയ ബൾക്ക് ഓർഡറുകൾ ലേലമൊക്കെ വിളിച്ച് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ചെറുകിട മത്സ്യവ്യാപാരികൾക്കും അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ നല്ല വിലക്കുറവിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ലേലം വിളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുറംകടലിൽ പോയി പിടിച്ചുകൊണ്ടിരുന്ന നല്ല ഒന്നാം തരം ഫ്രഷ് മത്സ്യങ്ങൾ അത് ബൾക്കായിട്ട് വാങ്ങിക്കാൻ വന്നിട്ടുള്ള വ്യാപാരികൾ ഇവിടെ നിന്ന് ലേലം വിളിക്കുന്നൊരു കാഴ്ച, അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പുറംകടലിൽ പോയി വലയിട്ട് പിടിച്ച് ബോട്ടിൽ കൊണ്ടുവന്ന് നേരെ ഇറക്കുന്ന നല്ല തിളങ്ങുന്ന മീനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാറുള്ള പോലെ തന്നെയുള്ള ചെറുകിട മത്സ്യവ്യാപാരികളും ഇവിടെ സജീവമാണ്. അതുപോലെ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ വലത് സൈഡിലായിട്ട് ഒരുപാട് വലിയ മത്സ്യക്കടകളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ ഒരു വലിയ ഷോപ്പുകളിൽ നിന്ന് ഇഷ്ടമുള്ള മീൻ തിരഞ്ഞു നോക്കി വാങ്ങിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് മാർക്കറ്റിൻ്റെ റിയൽ ലൈഫ് കാഴ്ചകളായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ തന്നെ മീനുകളുമായി വള്ളങ്ങൾ പുറംകടലിൽ നിന്ന് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആ വള്ളങ്ങൾ നേരെ മീൻ ഇറക്കിയതിന് ശേഷം ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ലേലം വിളിച്ച് കച്ചവടം ചെയ്യുന്ന കാഴ്ചകളും, കൂടാതെ തന്നെ പുതിയ വള്ളങ്ങൾ മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോകുന്ന കാഴ്ചകളും
ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കൊച്ചിയിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഫിഷിംഗ് മാർക്കറ്റുകളിലും ഹാർബർ ഏരിയയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് വേറൊരു വൈബാണ് കേട്ടോ. അത് നേരിട്ട് നമ്മൾ അനുഭവിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കൊച്ചി അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.